CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ ശൈലജ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് ആദ്യം കേട്ടത്. പിന്നീട് പറയുന്നു അവർ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് മാറി പേരാവൂരിൽ മത്സരിക്കും. കോൺഗ്രസിന് വലിയ ആധിപത്യമുണ്ട് പേരാവൂരിൽ. അവിടെ മത്സരിക്കാനായിട്ട് കെ ശൈലജ ഇറങ്ങുന്നു. ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയിൽ അവർ അത് ആവശ്യപ്പെട്ടു, വാദിച്ചു എന്നാണ് പറയുന്നത്. ശൈലജയുടെ ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ്. അപ്പോൾ അവിടെയാണ് ഫൈനൽ തീരുമാനമൊക്കെ വരേണ്ടത്. കെ ശൈലജ മത്സരിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണോ, അതോ അത് ശൈലജയുടെ മാത്രം ആവശ്യമാണോ? യഥാർത്ഥത്തിൽ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടീച്ചർ ഒരിക്കലും പേരാവൂരിൽ സ്വയമേവ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറയുന്നത് തെറ്റാണ്. ടീച്ചർ ഒരിക്കലും പേരാവൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല. അപ്പോൾ CPM പ്രചരിപ്പിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് കെ ശൈലജ അങ്ങനെ ആവശ്യപ്പെട്ടു എന്നും അല്ലെങ്കിൽ പേരാവൂരിൽ ടീച്ചർക്ക് വലിയ വിജയസാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പേരാവൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നേരത്തെ ടീച്ചർ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് മത്സരിച്ചിരുന്ന പേരാവൂർ നിയോജക മണ്ഡലമല്ല ഇന്ന് നമ്മൾ കാണുന്ന പേരാവൂർ നിയോജക മണ്ഡലം. പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതികൾ മാറിയിരിക്കുന്നത് മാത്രമല്ല, മട്ടന്നൂർ നിയോജക മണ്ഡലം ഉണ്ടാക്കി തന്നെ പേരാവൂരിൻ്റെ ചില ഭാഗങ്ങളെടുത്തും കൂത്തുപറമ്പിൻ്റെ ചില ഭാഗങ്ങളെടുത്തും ഇരിക്കൂറിൻ്റെ ചില ഭാഗങ്ങളെടുത്താണ് CPM-ന് ഏറ്റവും സാധ്യതയുള്ള ഒരു സീറ്റാക്കി മാറ്റിയിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ പിന്നെ ടീച്ചർ 2 തവണ മത്സരിച്ചതുകൊണ്ട് ടീച്ചർക്ക് സാധ്യതയില്ല മട്ടന്നൂരിൽ എന്നുള്ള പ്രചരണമാണ് ഇപ്പം CPM ഏറ്റവും കൂടുതൽ നടത്തുന്നത്. അതും തെറ്റാണ്. ടീച്ചർ മത്സരിച്ചത് മട്ടന്നൂരിൽ മത്സരിച്ചത് ഒറ്റത്തവണയെ മത്സരിച്ചുള്ളൂ, കഴിഞ്ഞ തവണ മാത്രം. ടീച്ചർ മന്ത്രിയാവുന്ന സമയത്ത് മത്സരിച്ച് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലായിരുന്നു. പിന്നീട് KP മോഹൻ്റെ പാർട്ടി, അതായത് ഈ ജനതാദൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വീണ്ടും ഈ LDF-ലേക്ക് തിരിച്ചു വന്നപ്പോൾ KP മോഹനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. പിന്നീട് ഒരു തവണ തോറ്റുപോയിരുന്നു ടീച്ചറുടെ അടുത്ത്. KP മോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ടീച്ചറെ മട്ടന്നൂരിലേക്ക് മാറ്റുകയായിരുന്നു. ഇതേ സമയത്ത് നമുക്കറിയാം EP ജയരാജനായിരുന്നു മട്ടന്നൂരിൽ 2 തവണ, മട്ടന്നൂർ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം 2 തവണ മത്സരിച്ച് വിജയിച്ച ആൾ എന്ന് പറയുന്നത് CPM-ന്റെ സമുന്നത നേതാവായ EP ജയരാജനായിരുന്നു. ജയരാജന് സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ ജയരാജൻ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും CPM-ൽ പലതവണ പിണങ്ങിപ്പോവുകയും പുള്ളി സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് കരുതി, അതായില്ല. അദ്ദേഹത്തിന് LDF-ന്റെ കൺവീനറാക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം. EP ജയരാജന് വേണ്ടി മട്ടന്നൂർ മാറിക്കൊടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നു ആദ്യം നടന്ന ടീച്ചർക്കെതിരെ. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ടീച്ചർ മത്സരിക്കുന്നില്ല, ടീച്ചർക്ക് മട്ടന്നൂരില്ലെങ്കിൽ ടീച്ചർ മത്സരിക്കുന്നില്ല എന്നൊരു പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടായി എന്നുള്ള പറയുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കേൾക്കുന്നത് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ടീച്ചറെ മത്സരിപ്പിക്കുന്നെന്നും KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സണ്ണി ജോസഫിനെ നേരിടാൻ വേണ്ടി CPM ഏറ്റവും ശക്തയായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്നുള്ള. യഥാർത്ഥത്തിൽ CPM ലക്ഷ്യമിടുന്നത് ഇതിലൂടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, KPCC പ്രസിഡന്റിനെതിരെ അതിശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. നമുക്കറിയാം കഴിഞ്ഞ 3 ടേമിലായിട്ട് പേരാവൂരിൽ മത്സരിച്ച് വിജയിച്ചിരുന്ന ആൾ എന്ന് പറയുന്നത് ഈ സണ്ണി ജോസഫാണ്. പക്ഷേ അന്നത്തെ സണ്ണി ജോസഫ് അല്ല ഇന്ന്. അദ്ദേഹം ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി വരുമ്പം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ, KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി ശക്തനാവുക ചെയ്യുന്നത്. UDF അധികാരത്തിൽ വരികയും ഈ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട റോളിലേക്ക്, മന്ത്രിസഭയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സണ്ണി ജോസഫിനെതിരെ CPM ഏറ്റവും ശക്തയായ, അല്ലെങ്കിൽ CPM-ന്റെ ഭാഷയിൽ പറഞ്ഞാൽ വജ്രായുധം പുറത്തെടുക്കുന്നു എന്ന് പറയുന്നത്. ഇതിലൂടെ CPM ലക്ഷ്യമിടുന്നത് സണ്ണി ജോസഫിനെതിരെ അതിശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ ടീച്ചർ തോൽക്കുകയും അതോടുകൂടി ടീച്ചർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന വലിയ ജനപ്രീതി നഷ്ടപ്പെടുത്തുക, അതോടുകൂടി പാർട്ടിയിൽ അവരെ ഒതുക്കുക എന്നത് മാത്രമാണ്. സിരുജി, നമുക്കറിയാം 2 വർഷം മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ടീച്ചറെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി. യഥാർത്ഥത്തിൽ അന്ന് MLA ആയിരിക്കുന്ന ടീച്ചറെ എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നുള്ള ചോദ്യത്തിന് CPM വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടേയില്ല. മറിച്ച് CPM പറഞ്ഞത് എന്താണ്? അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുക, വടകര മണ്ഡലം തിരിച്ചുപിടിക്കുക. നമുക്കറിയാം TP-യുടെ കൊലപാതകത്തിന് ശേഷം നഷ്ടപ്പെട്ടു പോയ വടകര മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്, പലരെയും പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്കറിയാം P ജയരാജനായിരുന്നു പുറത്തിറക്കിയത്. ഇപ്പോഴത്തെ സ്പീക്കറായിരുന്ന ഷംസീറിനെ അവിടെ മത്സരിപ്പിച്ചിട്ടുണ്ട്. പലവിധ നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും അവിടെ ഒരു CPM സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ടീച്ചർക്കുണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും ശ്രദ്ധേയായിരുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ ശൈലജയാണ്. അപ്പോൾ കെ ശൈലജയുടെ വലിയ രീതിയിലുള്ള ജനപ്രീതി, അവരോടുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്ന വലിയ താല്പര്യമുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ തന്നെ കെ ശൈലജയ്ക്ക് വലിയ ജനപ്രീതി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ടീച്ചറെ യഥാർത്ഥത്തിൽ വടകരയിൽ മത്സരിപ്പിച്ച് ജയിച്ചാൽ ടീച്ചറെ പാർലമെന്റിലേക്ക് അയച്ച്
സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാം. തോറ്റാൽ ടീച്ചർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ജനപ്രതി നഷ്ടപ്പെട്ടുവെന്നും ടീച്ചർ അത്രയൊന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എവിടെയാണ് ഇത് സംഭവിച്ചത്? ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മട്ടന്നൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ, സ്റ്റേറ്റിലെ ഏറ്റവും ഭൂരിപക്ഷം, അതായത് 60,938 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ ശൈലജ അവിടെ ജയിക്കുന്നത്. ഈ പറയപ്പെടുന്ന ഏറ്റവും വലിയ നേതാവ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയന് പോലും ധർമ്മടത്ത് അത്രയും വോട്ട് കിട്ടില്ല സിനുജിക്ക് അറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ജനപ്രീതി ഉള്ള ഒരു നേതാവിനെ എങ്ങനെയാണ് CPM ഇല്ലാതാക്കുന്നത്? പ്രത്യേകിച്ചിട്ടും നമ്മൾ കാലാകാലമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാത്തത്? വനിതകൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മേൽക്കൈ നേടാൻ വേണ്ടി കഴിയാത്തത്? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വനിതാ നേതാവിനെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യില്ല. ആകെ നമ്മൾ കേട്ടത് ഈ കേരളം ഗൗരിയമ്മ ഭരിക്കും എന്നുള്ളൊരു മുദ്രാവാക്യം മാത്രം. അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഈ കെ ശൈലജ എന്ന് പറയുന്ന ആൾ കേരളത്തിൽ ആരോഗ്യമന്ത്രിയായിട്ടിരുന്നുണ്ട്, നന്നായി ഷൈൻ ചെയ്തിട്ടുണ്ട്, നന്നായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, എല്ലാ ഇതും കിട്ടി. അതിനുശേഷം ജയരാജനെ എന്തിന് ഈ വടകരയിൽ മത്സരിപ്പിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അന്ന് ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നതിലും വളരെ പവർഫുൾ ആയിരുന്നു. വളരെ വലിയ ആരാധക വൃന്ദമൊക്കെ ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ അതിനെ എതിർത്തു. അതുകൊണ്ടാണ് ജയരാജനെ അവിടെ നിർത്തി തോൽപ്പിക്കാനാണെന്ന് അന്ന് എല്ലാവരും പറഞ്ഞു. ശൈലജയും അതേപോലെ തന്നെയാണ്, അവിടെ നിർത്തി തോൽപ്പിക്കാൻ തന്നെയായിരുന്നു. ശൈലജയ്ക്കെതിരെ അവിടെ മുസ്ലിം വോട്ടുകളൊക്കെ ഒന്നിച്ചു കൂടുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെയും പേരാവൂരിൽ മത്സരിക്കുന്ന അത്ര സേഫ് സോണൊന്നും അല്ല. കോൺഗ്രസിന് കുറച്ചെങ്കിലും ആധിപത്യം ഉള്ളത് അവിടെ തന്നെയാണ്. അപ്പോൾ ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തി തനിക്ക് മന്ത്രിയായി, MLA ആയി, കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വയം അതിൽ നിന്ന് മാറി നിൽക്കുക കൂടി ചെയ്യും. അല്ല, ടീച്ചർ യഥാർത്ഥത്തിൽ മട്ടന്നൂരിൽ മത്സരിക്കുന്നില്ല എന്നുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നു. അത് അവർ പാർട്ടിയെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല വിഷയം. ടീച്ചർ എന്തുകൊണ്ട് മാറി നിന്നുള്ള വലിയ ചർച്ചയാവും. മട്ടന്നൂരിൽ അത്രയും വലിയ വോട്ട് നേടി, വലിയ ഭൂരിപക്ഷം നേടി താരപ്രചാരകയായി മാറാവുന്ന ടീച്ചറെ എന്തുകൊണ്ട് ഇപ്പം നമുക്ക് നോക്കും. ഇപ്പം ജോസ് കെ മാണി നയിച്ച മധ്യമേഖലാ ജാതിയിൽ ഏറ്റവും മധ്യമേഖലാ ജാതിയിലെ പ്രാസംഗികയായിരുന്നത് കെ ശൈലജയാണ്. ജോസ് കെ മാണിയാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ പോലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്വീകരണ യോഗങ്ങളിലും പ്രസംഗിച്ചിരുന്നത് കെ ശൈലജയായിരുന്നു. എറണാകുളത്ത് സമാപിച്ച ജാഥയിൽ. അപ്പം ടീച്ചർക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനസ്വാധീനം അത് CPMലെ ചില നേതാക്കന്മാരെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതിന് ഒറ്റ തെളിവല്ല. എന്തുകൊണ്ടാണ് ടീച്ചറെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമാക്കാതിരുന്നത്? അത് നേരത്തെ പറഞ്ഞല്ലോ, പിണറായി വിജയൻ ഒഴികെ മറ്റൊരാൾക്ക് രണ്ടാമത്തെ തവണ മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകില്ല. അതൊരു പക്ഷേ ഈ പറഞ്ഞ ശൈലജ വരരുതെന്നുള്ള ഉദ്ദേശം കൊണ്ട് തീർച്ചയായും എന്താ സംശയം? അപ്പം അത് മാത്രമല്ല സിനുജി, നമ്മൾ കാണേണ്ടത് പിണറായി വിജയന്റെ ജാഥ ഓർമ്മയുണ്ടല്ലോ, നവകേരള യാത്ര. ഈ ജാഥ മട്ടന്നൂരിലെത്തിയപ്പോൾ മട്ടന്നൂരിൽ പരസ്യമായിട്ട് അവിടുത്തെ സംഘാടനത്തെ, ടീച്ചറായിട്ടുള്ള അവിടുത്തെ MLA തീർച്ചയായും ടീച്ചർക്കെതിരെ അവിടെ സംഘാടനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചർക്കാണ്. ടീച്ചറെയും ടീച്ചറുടെ ഭർത്താവിനെയും പരസ്യമായി ശാസിക്കുന്ന നിലവരെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്താ കാണാതെ? ഇപ്പം CPMൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ടീച്ചറെ ഒതുക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPMൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വനിതാ മുഖ്യമന്ത്രി വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, പിണറായി വിജയൻ അല്ലാത്ത മറ്റൊരു നേതാവ് കുറച്ചും കൂടി ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് CPM കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പേരാവൂരിൽ മത്സരിച്ച് തോറ്റുപോയാൽ അതോടുകൂടി ടീച്ചറുടെ പൊളിറ്റിക്കൽ ഭാവി എന്താവും എല്ലാവർക്കും അറിയാം. ടീച്ചർക്ക് പ്രായമാണ്. ടീച്ചറെ വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ സ്വീകരിക്കുന്നതിന് പകരം ടീച്ചർ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ പാർട്ടി നടത്തുന്ന ശ്രമം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അല്ലെ, സുധാകരൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് തന്നെ അപഹസിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചിരിച്ചു. ആ ചിരി മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്ത് അവർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ തന്നെ അവഹേളിച്ചു എന്നാണ് പറയുന്നത്. MM മണി ഇത്തവണ മത്സരിക്കില്ല എന്ന് പറയുമ്പോൾ MM മണിക്ക് പകരം വരുന്നത് ജയചന്ദ്രനാണ്. അപ്പോൾ പറഞ്ഞു ജയചന്ദ്രനുള്ള അതേ ഷുഗർ എനിക്കുണ്ട്, എന്തിനാണ് MM മണി അങ്ങനെ പറയുന്നത്? അപ്പോൾ സുധാകരൻ, MM മണി, തോമസ് ഐസക് ഇവരെയൊക്കെ പ്രായത്തിൻ്റെ കാര്യം കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കെ ശൈലജയും സ്വയം മാറി നിൽക്കട്ടെ, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതും ഒരു ആദർശമല്ലേ? അല്ല സിനുജി, അവർ വളരെ ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മട്ടന്നൂരിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മത്സരരംഗത്തുള്ളൂ എന്ന്. ടീച്ചറെ യഥാർത്ഥത്തിൽ പേരാവൂരിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തന്നെയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ ടീച്ചർ അവിടെ മത്സരിക്കേണ്ടെന്ന്. മത്സരിച്ച് തോൽപ്പിക്കാനാണോ? അപ്പോൾ തീർച്ചയായും അവിടെ നേരത്തെ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഗൗരവം ഇല്ലാതാക്കി, എങ്ങനെയാണ് സുശീല ഗോപാലിനെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ പാർട്ടിയിൽ എല്ലാ ഓരോ കാലത്ത് ഓരോ നേതാക്കന്മാർ വളരെ ശക്തരായി വരും. ഈ നേതാക്കന്മാരെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് നമ്മളിൽ കാണേണ്ടത്. ഈ ടേമോട് കൂടി പേരാവൂരിൽ മത്സരിച്ച് തോൽക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും പേരാവൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ പേരാവൂരിൻ്റെ അടുത്ത് വിളിച്ച് നേരത്തെ പേരാവൂർ മണ്ഡലംകാരനാണ്, ഇപ്പം പേരാവൂരിൽ ഞാൻ മട്ടന്നൂർ മണ്ഡലംകാരനാണ്. അപ്പോൾ പേരാവൂരിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ കുടിയേറ്റ മേഖലയാണ്.
ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിലുള്ള ഇരിട്ടി മുനിസിപ്പാലിറ്റീൻ്റെ പകുതി ഭാഗം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് കുടിയേറ്റക്കാരനായ ഒരു നേതാവ് മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് കുറച്ചും കൂടി അല്ലെങ്കിൽ UDF മൈൻഡുള്ള ഒരു മണ്ഡലം കൂടിയാണത്. കൃത്യമായി UDF മൈൻഡുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ KK ശൈലജ ഇദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റുപോയതാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് CPM ആരോട് പറയാത്തത്? എന്തിനാണ് മൂടി വെക്കുന്നത്? ഒരിക്കൽ മത്സരിച്ച് ജയിച്ച കാര്യം മാത്രമാണ് CPM പറയുന്നത്. ഇവിടെ സണ്ണി ജോസഫിനോട് മത്സരിച്ച് തോറ്റതാണ്. സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ തോൽപ്പിച്ചാണ്, കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ തോൽപ്പിച്ചാണ് അന്ന് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ KK ശൈലജ വിജയിച്ചത്. പക്ഷേ പിന്നീട് ഇതേ സണ്ണി ജോസഫിനോട് മത്സരിച്ച് തോറ്റതിന് ശേഷം പിന്നീട് ഈ സണ്ണി ജോസഫ് 3 ടേമിൽ അവിടെ MLA ആണ് തുടർച്ചയായിട്ട്. അപ്പം കഴിഞ്ഞ തവണ 3000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതിനുശേഷം തദ്ദേശ നടന്ന തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ചാൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സണ്ണി ജോസഫിന് വലിയ രീതിയിൽ വിജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്നുമിരിക്കെ എന്തിനാണ് KK ശൈലജയെ പോലുള്ള ഒരു നേതാവ്? ഇവർക്ക് DYFI സനോജിനെയാണ് മട്ടന്നൂർ മത്സരിപ്പിക്കുക. എന്തുകൊണ്ട് DYFI നേതാവിനെ തൊട്ടപ്പുറത്തായ പേരാവൂരിൽ മത്സരിപ്പിച്ചുകൂടാ? അതിന് എന്തുകൊണ്ടാണ് പാർട്ടി തയ്യാറാവുന്നത്? അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും കാണിക്കുന്ന വലിയ താല്പര്യം എന്തുകൊണ്ട് അവരെ പേരാവൂർ മത്സരിപ്പിച്ചുകൂടാ? അവർ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. PK ശ്രീമതി വേണമെങ്കിൽ PK ശ്യാമളയെ വേണമെങ്കിൽ അവിടെ മത്സരിപ്പിക്കാം. അപ്പോൾ PK ശ്യാമളയെ പോലുള്ള ആളുകളെ വളരെ സേഫായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ മത്സരിപ്പിക്കുകയും ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലത്ത് KK ശൈലജയെ പോലുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒട്ടും നല്ലതല്ല ഈ പാർട്ടിക്ക്. ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമാവും. ഇത് പാർട്ടിയെ എല്ലാ തരത്തിലും ബാധിക്കും. മാത്രമല്ല ഒരു ഏറ്റവും ഉന്നതയായ വനിതാ നേതാവിനെ ഇത്തരത്തിൽ ഒതുക്കാനുള്ള ശ്രമം പാർട്ടിക്ക് പിന്നീട് വലിയ രീതിയിൽ CPM വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ശൈലജയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം ഉണ്ടാകുന്നു. ആ പടയൊരുക്കത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. എത്ര വന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.